കൂട്ടുകാരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗുരുവായൂർ ടിഫിനിലാണ്. ഇവിടെ നമ്മ മുന്നൊരു പ്രാവശ്യം വന്നിരുന്നു, പക്ഷെ അന്നൊരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി, അതുകൊണ്ട് ഫുഡ് കിട്ടിയില്ല. അപ്പൊ വീണ്ടും നമ്മൾ ഇന്നൊരു 10 മണിയായപ്പോ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇവിടെ നല്ല പൊടി ഇഡലി പൊടി ദോശ ഒക്കെ കിട്ടും. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്യാൻ വെജിറ്റേറിയൻ കുറച്ച് ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടും. ഷോപ്പ് നല്ല പ്രീമിയം ലുക്ക് ഉണ്ട് കേട്ടോ, നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്, നല്ല ക്ലീൻ ആയ ഒരു ഷോപ്പ്. അതുപോലെ ഇവിടുത്തെ കിച്ചൺ ഓപ്പൺ ആണ്, അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചായയും കോഫിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, നിന്ന് കഴിക്കണം. ആ രീതിയിലാണ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചായ മാഷ് നമുക്കുള്ള ചായയും കോഫിയും ഉണ്ടാക്കണത്. ഇന്നും ഇവിടെ പൊടിഡലി കഴിഞ്ഞു പോയി, 10 മണിയായപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഗീ പൊടി ദോശയും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനാണ് പറഞ്ഞിട്ടുള്ളത്. ചായ ഇപ്പൊ റെഡിയായി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സംഭവം കുടിച്ചു, അടിപൊളി കേട്ടാ. കോഫിയും നല്ല രസമുണ്ട്, അതുപോലെ തന്നെ ചായയും സൂപ്പർ ആയിരുന്നു. അപ്പൊ നമ്മളെ ഫുഡ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, നമുക്കത് കഴിച്ചു നോക്കാം. ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ 10 മണിയാകുമ്പോഴേക്കും ഒരു മെനുവിലുള്ള ഒരുവിധ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മ പറഞ്ഞ ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഗീ പൊടി ദോശ കഴിച്ചു നോക്കട്ടെ. സംഭവം ഗീ പൊടി ദോശ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അവരുടെ ഈ ചട്നിയും സാമ്പാറും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ദോശയും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മ കഴിച്ചു നോക്കിയത് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനാണ്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. ഇവരുടെ സ്പോട്ട് വരുന്നത് തൃശ്ശൂർ പറവട്ടാണിയിലാണ്. അപ്പൊ കൂട്ടുകാർ ഈ വഴിക്കൊക്കെ പോകണമെങ്കിൽ കയറി കഴിച്ചു നോക്ക് ഗുരുവായൂർ ടിഫിൻ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.